കേരളത്തിലെ ഗസ്റ്റുകൾ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു കണക്കുണ്ട്. അതായത് 8:6 എന്ന് പറയുന്ന റേഷ്യോയിൽ വേണം നമ്മൾ കഴിക്കാനായിട്ട്. അതായത് 8 ബിസ്ക്കറ്റ് നമ്മുടെ പ്ലേറ്റിൽ ഇരിപ്പുണ്ടെങ്കിൽ 6 വരെ നമുക്ക് മാക്സിമം കഴിക്കാം. 2 നമ്മുടെ മാന്യതയുടെ സിമ്പിളായിട്ട് ആ പ്ലേറ്റിൽ വെച്ചേക്കണം. നമ്പർ 18 ഹോട്ടൽ എനിബഡി ക്യാൻ സ്റ്റാൻഡ് അപ്പ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നമ്പർ 18 ഹോട്ടൽ ഫോർട്ട് കൊച്ചി, കേരള. ഹായ്, ഹലോ, നമസ്കാരം. എൻ്റെ പേര് ലാൽബി. നിങ്ങൾ പലപ്പോഴും ഈ ഗസ്റ്റായിട്ടൊക്കെ പോയിട്ടുള്ളവർ നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റൊക്കെ വരുന്ന ആളുകളാണല്ലോ നമ്മളല്ലേ. നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് ഗസ്റ്റായിട്ട് ചെല്ലുമ്പോൾ തന്നെ പടയെ നമ്മുടെ ഒരു കുട്ടി ഓടിപ്പോണ കാണാം. നോക്കണ്ട, അത് നമുക്കുള്ള പാലും പലഹാരവും മേടിക്കാൻ പോണ പോക്കാം. ഇനി ഇങ്ങനെ ഓടിപ്പോണ കൊച്ചിനെ ജെൻഡർ വ്യത്യാസമൊന്നുമില്ല, ആ വീട്ടിലെ ഇളയ കൊച്ചായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓടിപ്പോയിട്ട് ആ കുട്ടി ആ പലഹാരം കൊണ്ട് സൈഡിൽ വെച്ചിട്ടൊരു നിപ്പുണ്ട്. ഇങ്ങനെ അവൻ്റെ നിപ്പ് കണ്ടു കഴിഞ്ഞാൽ ആ വീട്ടിലെ ഏറ്റവും മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് അപ്പം തന്നെ അവന് കൊടുക്കണം. നമ്മൾ ഗസ്റ്റായിട്ട് പോകുന്ന സമയത്ത് കേരളത്തിലെ ഗസ്റ്റുകൾ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു കണക്കുണ്ട്. അതായത് 8:6 എന്ന് പറയുന്ന റേഷ്യോയിൽ വേണം നമ്മൾ കഴിക്കാനായിട്ട്. അതായത് 8 ബിസ്ക്കറ്റ് നമ്മുടെ പ്ലേറ്റിൽ ഇരിപ്പുണ്ടെങ്കിൽ 6 വരെ നമുക്ക് മാക്സിമം കഴിക്കാം. 2 നമ്മുടെ മാന്യതയുടെ സിമ്പിളായിട്ട് ആ പ്ലേറ്റിൽ വെച്ചേക്കണം. ഈ ചില ഗസ്റ്റൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെ ബന്ധുക്കളൊക്കെ ആണെങ്കിൽ ഇവർക്ക് നമ്മളങ്ങ് ഉപദേശിക്കണം. അപ്പോൾ ഒരു ദിവസം എൻ്റെ ഒരു അമ്മാവൻ വന്നു. 10ാം ക്ലാസ് തോറ്റത് കൊണ്ട് മാത്രം മസ്തൂർ ടെസ്റ്റ് എഴുതി ലൈൻമാനായ എൻ്റെ അമ്മാവൻ MA പാസ്സായിട്ട് നിങ്ങൾ എന്നോട് പറയുകയാണ്, നീ ഭയങ്കര ഉഴപ്പാട്ടോ, നീ പഠിത്തം ശ്രദ്ധിക്കുന്നില്ല എന്ന്. ഇതേ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പപ്പടം കാച്ചിക്കൊണ്ടിരിക്കുന്ന എൻ്റെ അമ്മയോട് വേറൊരു അമ്മായിയുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ കുറ്റമൊക്കെ നേരിട്ട് കേട്ടാലുണ്ടാകുന്ന ആ അമ്മായിയുടെ മുഖം പോലെ പപ്പടം ഇങ്ങനെ പൊളച്ച് വരും. ഈ ചില ഗസ്റ്റൊക്കെ നമ്മുടെ വീട്ടിൽ ഊണ് കഴിഞ്ഞ് അല്പസമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വീടിനടുത്തുള്ള സ്ഥലങ്ങൾ കാണിക്കാൻ തുടങ്ങും. പൊട്ടക്കിണറ്റിന് മുതൽ തീട്ടപ്പറമ്പിന് വരെ നമ്മുടെ ഹിസ്റ്ററി ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് തള്ളാൻ തുടങ്ങും. ഒരു സിനിമാ ഷൂട്ടിങ്ങുള്ള വീടാണേ പണി തീർന്ന്. അവിടെ ഒരു പ്ലാവുണ്ട്. ഞാൻ പറഞ്ഞു, പണ്ട് മോഹൻലാൽ കഴിച്ചിട്ട് ഇട്ട ചക്കയെന്നുണ്ടായ പ്ലാവാണെന്ന് വരെ ഞാൻ തള്ളിയിട്ടുണ്ട്. ഇത് ഈ ചില സന്ദർഭങ്ങളിൽ ചില ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ രാത്രി കിടക്കും. അന്ന് അവനെ പ്രായിക്കൊണ്ടായിരിക്കും ആ വീട്ടിലെ മൂത്ത ചെറുക്കൻ ഹാളിൽ കിടന്നുറങ്ങണത്. ഈ എൻ്റെ നാടെന്ന് പറഞ്ഞാൽ അതിമനോഹരവും സുന്ദരവുമായൊരു നാടാണ്. എഴുപുന്ന എന്ന് പറയും. ഇവിടെ ഒരുപാട് ദേശാടന കിളികൾ വരും, നമ്മുടെ അതിഥി കിളികൾ. ഈ ദേശാടന കിളികൾ കരയാറില്ല, നിങ്ങൾ കേട്ടിട്ടില്ലേ? ഉണ്ടോ? ഇല്ലേ സാർ? ശരി, അങ്ങനെയാണെങ്കിൽ ദേശാടന കിളികൾ കരയാറില്ല. അങ്ങനെ കരയാത്ത ദേശാടന കിളികളെ ഞങ്ങളുടെ നാട്ടിലൊരു കാപാലികൻ വെടിവെച്ച് കൊന്ന് ഇറച്ചിയാക്കി ആളുകൾക്ക് വിൽക്കും. എന്നെപ്പോലത്തെ ഒരു മൃഗസ്നേഹിക്കും പ്രകൃതി സ്നേഹിക്കും അത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അവന് ഫോറസ്റ്റുകാർക്ക് ഒറ്റ കൊടുത്ത്. ഇപ്പോൾ അതിഥി കിളികളെ വെടിവെച്ച് കൊന്ന കുറ്റത്തിന് സർക്കാരിൻ്റെ അതിഥിയായിട്ട് അവൻ സെൻട്രൽ ജയിലിൽ കിടപ്പുണ്ട്. ഈ നമ്മുടെ നാട്ടിൽ ചില സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ഈ സർവീസിൽ കയറുന്ന സമയത്ത് ഇവരുടെ മുഖത്തെ വിനയം പോയിട്ട് ഭയങ്കരമായിട്ടൊരു പുച്ഛം ഇങ്ങനെ കയറി വരും. പിന്നെ ഇവർ ആരെയും മൈൻഡത്തില്ല. സർവീസിൽ നിന്ന് റിട്ടയർ ആകുന്ന ഒരു സമയമാണ് ഇവർ ഏറ്റവും കൂടുതൽ സാംസ്കാരിക, സാമുദായിക, സാമൂഹിക പ്രവർത്തനത്തിനും നവീകരണത്തിനൊക്കെ ഇറങ്ങുന്നത്. എൻ്റെ ഒരു നാട്ടിലൊരു പഞ്ചായത്ത് സെക്രട്ടറി, പുള്ളി റിട്ടയർമെൻറ്റിന് ശേഷം ജോത്സ്യനാകാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ ജോത്സ്യനെ ഒരു ചാനൽ അതിഥിയായിട്ട് വിളിച്ചിരുത്തി. അപ്പോൾ ഈ ജോൾസിൻ്റെ അടുത്തൊരു ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞേ, സ്വാമി, ഞങ്ങൾ കുറേ നാളായി ഇങ്ങനെ കഷ്ടപ്പെടുന്നു, ഞങ്ങൾക്ക് ഇതൊരു വീട് വെക്കാൻ പറ്റിയിട്ടില്ല, അപ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റും സ്വാമി? പുള്ളി പറയാം, നിങ്ങൾ തൊട്ടപ്പുറത്ത് അമ്പലത്തിലൊരു ഗണപതി ഹോമം, ഒരു ഭഗവതി സേവം കഴിച്ചു, പിന്നെ പോകുമ്പോൾ പഞ്ചായത്തിൽ ലൈഫിലൊരു അപേക്ഷയും കൊടുത്തേക്കാം. വിളിക്കാതെ വന്ന അതിഥിയും കോമഡി തീർന്ന സ്റ്റാൻഡപ്പ് കൊമേഡിയനും അധിക നേരം നിന്നാൽ നാറും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പൊക്കോട്ടെ, ബൈ. നമ്പർ 18 ഹോട്ടൽ എനിബഡി ക്യാൻ സ്റ്റാൻഡ് അപ്പ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നമ്പർ 18 ഹോട്ടൽ ഫോർട്ട് കൊച്ചി, കേരള. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.